ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് മാർക്ക് ചെയ്യേണ്ടത്, പ്രൈസ് ഒരു ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, പ്രൈസ് എങ്ങനെയാണ് പ്രൊട്ടക്റ്റഡ് ആവുന്നത്, എങ്ങനെയാണ് പ്രൈസ് അതിനുശേഷം മുകളിലോട്ട് പോകുന്നത്, സപ്ലൈ സോണിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. സോ ഐഡിയലി നമ്മളൊരു ഡിമാൻഡ് സോണിൽ എത്തുമ്പം ബൈ ചെയ്യാനും സപ്ലൈ സോണിൽ എത്തുമ്പം സെല്ല് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്ന് നമുക്ക് ഏകദേശം ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ പറ്റി പഠിക്കാനുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി. സോ ഈ എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും ഇൻക്ലൂഡിങ് ഈ റിച്ചർഡ് ഡി വൈക്കോഫ് മുതൽ എല്ലാ കറണ്ട് മോഡേൺ ഡേ ട്രേഡറും യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം ജനറേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ ബേസ്ഡ് ചെയ്തിട്ടാണ്, റൈറ്റ്? ഓപ്ഷൻ മാർക്കറ്റ് തിയറി. എന്താണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി? ഓപ്ഷൻ മാർക്കറ്റ് തിയറി, ടു പുട്ട് ഇൻ വെരി സിമ്പിൾ ടേംസ്, റൈറ്റ്? ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾവേസ് ലൈക്സ് ടു സ്റ്റേ ഇൻ എൻ ഏരിയ ഓഫ് ബാലൻസ് ഓർ ഫെയർ വാല്യൂ. അതായത് മാർക്കറ്റിന് എപ്പോഴും ഒരു ബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂവിൽ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, റൈറ്റ്? സോ ബാലൻസ് എന്താ, ഇംബാലൻസ് എന്താ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി, ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി, റൈറ്റ്? സോ അതിൽ എഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി ആണ് ബാലൻസ്ഡ് മൂവ്, റൈറ്റ്? അപ്പം മാർക്കറ്റിന് എപ്പോഴും ഒരു ബാലൻസ്ഡ് രീതിയിൽ മൂവ് ചെയ്യാനാണ് എപ്പോഴും താല്പര്യം. അൺടിൽ ഒരു പോയിന്റ് എത്തുമ്പം പ്രൈസ് ഈ ബാലൻസ് നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകും. എവിടേക്കാണ് ഈ പ്രൈസ് പോകുന്നത്? ഈ പ്രൈസ് ഒരു ബാലൻസ് നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് ഈസ് ഇൻ സെർച്ച് ഓഫ് ദ നെക്സ്റ്റ് അവൈലബിൾ ഏരിയ ഓഫ് ബാലൻസ്. വേറെ ഒരു പുതിയ ബാലൻസ് അല്ലെങ്കിൽ പുതിയ ഫെയർ വാല്യൂ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് ബാലൻസ് നിന്ന് പുറത്തേക്ക് കിടക്കുന്നത്. സോ ഇപ്പം ഞാൻ ബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബാലൻസ്, ഇതാണ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബാലൻസ്, റൈറ്റ്? സോ ഈ ബാലൻസ് നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും നമ്മൾക്ക് ഇംബാലൻസ് അഥവാ ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി കാണാൻ പോകുന്നത്. നമ്മൾ ഈ മാർക്കറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് വലിയ വലിയ ക്യാൻഡിൽസ്, വലിയ വലിയ ലാർജ് ക്യാൻഡിൽസ് കാണുമ്പോൾ നമ്മൾ എസെൻഷ്യലി എന്താ ഉണ്ടാകുന്നത്? ഒരു ബാലൻസിന് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. അതായത് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് അഥവാ ഫെയർ വാല്യൂ എന്നും കൂടി പറയും. ഓക്കെ, ഇതിന് ഫെയർ വാല്യൂ. ഈ ബാലൻസ് അഥവാ ഫെയർ വാല്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച്, ഫോർ എക്സാമ്പിൾ ഈ ഒരു റേഞ്ച് ഒരു 100ൻ്റെയും 120 രൂപയുടെയും ഇടയിലാണെന്ന് അസ്യൂം ചെയ്യാം. ഇത് ബോട്ടം റേഞ്ച് 100ഉം ടോപ്പിലത്തെ റേഞ്ച് 120 ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഈ ഒരു റേഞ്ചിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഒരുമിച്ച് അവർ രണ്ടും ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് പറയാണ്, ഓക്കെ ഞാനിവിടെ ബൈ ചെയ്യാൻ റെഡിയാണ്. സെല്ലർ പറയാണ്, ഓക്കെ ഞാനിവിടെ സെല്ല് ചെയ്യാൻ റെഡിയാണ്. അപ്പം ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്ത് പറയാണ്, ഓക്കെ ഈ 100 to 120 റേഞ്ച് ഈ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഫെയർ വാല്യൂ ആണ്. ഇത് ഈ ഇൻസ്ട്രുമെന്റിന് കറക്റ്റ് ആയിട്ട് ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഇൻ ബിറ്റ്വീൻ 100 and 120. ഇതാണ് ബാലൻസ്. സോ ബയേഴ്സും സെല്ലേഴ്സും അഗ്രി ചെയ്തൊരു പ്രൈസ് ഉണ്ടെങ്കിൽ ആ പ്രൈസിൽ ബയേഴ്സും സെല്ലേഴ്സും കുറേ ട്രാൻസാക്ഷൻസ് നടത്തും. അവിടെ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ കൺസോൾഡേറ്റ് ചെയ്ത് ഇവിടെ ട്രേഡിങ് കുറേ നടന്ന് ട്രാൻസാക്ഷൻസ് നടന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഈ ഫെയർ വാല്യൂ റിജക്ട് ചെയ്യും. ബയേഴ്സ് ചിലപ്പം പറയും, ഓക്കെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സെല്ലേഴ്സ് പറയും ഇത് ഭയങ്കര ചീപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ഈ ഒരു ഫെയർ വാല്യൂ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുന്ന സമയത്താണ് പ്രൈസ് ഫെയർ വാല്യൂന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. എവിടെയാണ് മുകളിലേക്ക് പോകുന്നത്? സോ ഈ മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രൈസ് ഡിസ്കവറി. പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ ഇനീഷ്യേഷൻ എന്ന് പറയും. സോ എന്താണ് ഈ പ്രൈസ് ഡിസ്കവറി? എന്താണ് പ്രൈസ് ഇനീഷ്യേഷൻ? പ്രൈസ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ബാലൻസിലേക്ക് പോകുന്ന വരെയുള്ള ആ ഒരു മൂവ്മെന്റിന് പറയുന്ന പേരാണ് പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ പ്രൈസ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഓൾവേസ് ലൈക്സ് ടു സ്റ്റേ ഇൻ ഏരിയ ഓഫ് ബാലൻസ്. എന്തുകൊണ്ടാണ്? ഒബ്വിയസ്ലി ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് വേണം? അവർ തമ്മിൽ അഗ്രി ചെയ്തിട്ട് ഓക്കെ ഇതൊരു ഫെയർ വാല്യൂ ആണ്, നമുക്ക് ഇവിടെ ട്രാൻസാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു ലെവലിൽ കുറേ നേരം ട്രാൻസാക്ട് ചെയ്യണം. ഈ ട്രാൻസാക്ട് ചെയ്യുന്ന ഏരിയക്ക് പറയുന്ന പേരാണ് ഫെയർ വാല്യൂ. അപ്പം ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഇതാ, മാർക്കറ്റ് ഓൾവേസ് ലൈക്സ് ടു സ്റ്റേ ഇൻ എൻ ഏരിയ ഓഫ് ബാലൻസ്. സോ
ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സോ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി ഒരു ഫെയർ വാല്യൂ, ഒരു ബാലൻസ് ഇവിടെ ഇനീഷ്യലി കുറച്ച് മുമ്പ് ആക്കിയായിരുന്നു. എന്നിട്ട് മാർക്കറ്റ് പുതിയൊരു ബാലൻസ് ഇവിടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ബാലൻസ് നിന്ന് ബ്രേക്ക് ചെയ്യുവാണ് വീണ്ടുമെങ്കിൽ പ്രൈസ് എവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ? പ്രൈസ് ഒബ്വിയസ്ലി ചാൻസ് കൂടുതൽ പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ബാലൻസിലേക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അഗൈൻ നോട്ട് നെസസറി ഓൾ ദ ടൈം, പക്ഷേ ഇവിടെ വന്ന് പ്രീവിയസ് ബാലൻസിൽ വന്ന് പ്രീവിയസ് ഫെയർ വാല്യൂ വന്ന് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അഗൈൻ ഇത് ഓൾവേസ് നെസസറി അല്ല. മാർക്കറ്റ് ഇവിടുന്ന് പ്രൈസ് ഇനീഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിലും ചിലപ്പം പുതിയ ഫെയർ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചാൻസസ് വളരെ ഓബ്വിയസ് ആണ്, ചിലപ്പം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. റൈറ്റ്, വേറെ ഫെയർ വാല്യൂ ഇവിടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കാം. നൗ ഇപ്പം ഞാൻ BTC/USDയുടെ ചാർട്ട് എടുക്കുവാണെങ്കിൽ, ഇപ്പം ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എനിക്കിവിടെ വലിയൊരു ഏരിയ ഓഫ് കൺസോൾട്ടേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയ ഓഫ് കൺസോൾട്ടേഷനിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കറക്റ്റ്ലി വാല്യൂഡ് ആണ് എന്ന് വിചാരിക്കുന്ന ബയേഴ്സും സെല്ലേഴ്സും അഗ്രി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ കുറേ നേരം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയേഴ്സും സെല്ലേഴ്സും ബയസ് വാങ്ങുന്നു, സെല്ലേഴ്സ് സെല് ചെയ്യുന്നു, ബയസ് വാങ്ങുന്നു, സെല്ലേഴ്സ് സെല് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ കുറേ നേരം പ്രൈസ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ, ഈ ഒരു പോയിന്റ് എത്തുമ്പം എന്ത് സംഭവിക്കും? ഒന്നുകിൽ ബയർ അല്ലെങ്കിൽ സെലർ പ്രൈസ് റിജക്ട് ചെയ്യും. അവർ ഓക്കെ ഇതിന് ഫെയർ വാല്യൂ അല്ല എന്ന് ഡിസൈഡ് ചെയ്തതുകൊണ്ടാണ് പ്രൈസ് അവിടെ നിന്ന് ഇമ്പൾസീവായിട്ട് താഴത്തേക്ക് പോകുന്നത്. റൈറ്റ്, സോ ഈ ഒരു ഓപ്ഷൻ, റൈറ്റ്, മാർക്കറ്റ് ഒരു ഓപ്ഷനാണ്. റൈറ്റ്, ഒരു ഹയസ്റ്റ് ബിഡർ മുകളിലേക്ക് കൊണ്ടുപോകും, ഹയസ്റ്റ് ആസ്ക് ഹിറ്റ് ചെയ്യുന്ന ആൾക്കാർ താഴത്തേക്ക് കൊണ്ടുപോകും. സോ എസെൻഷ്യലി ഇതൊരു ഓപ്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് കാണാം ചെറിയൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട് നടന്ന് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ഈ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ടിന് ടെക്നിക്കലി പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. റൈറ്റ്, ഇതാണ് ഫെയിൽഡ് ഓപ്ഷൻ. സോ നമ്മൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ പ്രൈസിങ്ങിന് മുകളിലേക്ക് പോയി ഇവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് തിരിച്ച് ബാലൻസിലേക്ക് വരും. പ്രൈസ് ഇപ്പോൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു, ബാലൻസ് നിന്ന് പ്രൈസ് പുറത്തേക്ക് ഓപ്ഷൻ ചെയ്ത് താഴത്തേക്ക് പോകാൻ ഇറ്റ് വിൽ ട്രൈ ടു ഓപ്ഷൻ ഡൗൺ. സോ ഈ ഓപ്ഷൻ പ്രോസസ്സ് ഫെയിലായി വീണ്ടും തിരിച്ച് ബാലൻസിലേക്ക് എൻ്റർ ചെയ്തു. റൈറ്റ്, ചിലപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഇപ്പം ഈ ബാലൻസ് ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം പ്രൈസ് മോളോട്ടേക്ക് ഓപ്ഷൻ ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോൾ അതും ഫെയിൽ ആവും. റൈറ്റ്, സോ ഈ ബാലൻസ് നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചിട്ട് ഫെയിൽ ആവുന്നതിന് പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. റൈറ്റ്, സോ ഇതൊരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്, ഇതും ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്. റൈറ്റ്, നൗ നമ്മൾ ഈ ഡിമാൻഡ് സോണും സപ്ലൈ സോണും മാർക്ക് ചെയ്യുമ്പം ഐഡിയലി ഇങ്ങനെയൊരു സോൺ മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഫുൾ ബേസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതായത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇത്ര നേരെങ്കിലും ഫെയർ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യുമ്പം ഈ ഇൻഎഫിഷ്യൻറ്റ് മൂവിന് തൊട്ട് മുമ്പുള്ള എൻറ്റയർ ബാലൻസ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിമാൻഡ് സോൺസ് ഐഡിയലി മാർക്ക് ചെയ്യേണ്ടത്. സോ ഏറ്റവും വലിയ ബേസ് എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് എ ഏരിയ വെയർ മാർക്കറ്റ് ഹാസ് എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ ഫോർ എ വെരി ലോങ് ടൈം. അതായത് ഈ ഒരു ഏരിയ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വീണ്ടും വന്ന് അവിടെ ഫെയർ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റൈറ്റ്, ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ കൂടുതൽ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഇപ്പം എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. റൈറ്റ്, ഒന്നുകിൽ ഈ ഒരു ഏരിയ മാത്രം എനിക്ക് ഡിമാൻഡ് സോൺ ആയിട്ട് എടുക്കാം. പക്ഷെ അത് ടെക്നിക്കലി കറക്റ്റ് ആണോ? അല്ല. കാരണം എവിടെയാണ് ആക്ച്വൽ ഓർഡേഴ്സ് വന്നേക്കുന്നത്, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്നേക്കുന്നത് ഈ ഫുൾ എൻറ്റയർ ഏരിയ ഓഫ് ബാലൻസിലാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യുമ്പം ഈ ഫുൾ എൻറ്റയർ ഏരിയ ഓഫ് ബാലൻസ് ആണ് നമ്മൾ ഡിമാൻഡ് സോണായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. സോ ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് എവിടെയാണ് പോയേക്കുന്നത്? സപ്ലൈ സോൺ ആണ്. പക്ഷേ എവിടെയാണ് സപ്ലൈ സോൺ? ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇത് പ്രീവിയസ് ഏരിയ ഓഫ് ബാലൻസാ. മാർക്കറ്റ് ഇവിടെ ഫെയർ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിത് കാണാൻ പറ്റും, ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് പിന്നെ ഇത് ഫെയർ വാല്യൂ നമ്മൾ വിട്ടു. ഫെയർ വാല്യൂ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് അടുത്ത പ്രീവിയസ് ഫെയർ വാല്യൂവിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്തേക്കുന്നത്. റൈറ്റ്, സോ ടാപ്പ് ചെയ്തതിനു ശേഷം എവിടെ വരിക പ്രൈസ് മുകളിലേക്ക് വന്നേക്കുന്നത്? പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫെയർ വാല്യൂയിലേക്കാണ് വന്നേക്കുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പം ഒരു ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പം ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഞാൻ ഒരു ഫിക്സ്ഡ് റേഞ്ച് വോളിയം മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും.
റൈറ്റ്. അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യൂഷ്വലി ആൾക്കാർ വിചാരിച്ചേക്കുന്നത്, അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാർ വിചാരിച്ചേക്കുന്നത്, വലിയ മൂവ്മെന്റ് ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വോളിയം വന്നേക്കുന്നതെന്നാണ്. സോ ആൾക്കാർ അസ്യൂം ചെയ്യും, ഓക്കെ, ഇങ്ങനെ വലിയൊരു മൂവ്മെന്റ് കാണുമ്പോൾ ആൾക്കാർ ആയിരിക്കും, ഓക്കെ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം വന്നേക്കുന്നത്, കാരണം വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ വലിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്, അപ്പം അവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് വന്നേക്കുന്നത്. തെറ്റാണത്. ഏറ്റവും കുറവ് ട്രാൻസാക്ഷൻ വന്ന സ്ഥലമാണ് ഈ വലിയ വലിയ ക്യാൻഡിൽസ് വന്ന സ്ഥലം. വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. ഈ വലിയ വലിയ ക്യാൻഡിൽസ് ഉള്ള സ്ഥലത്താണ് ഏറ്റവും കുറവ് ട്രാൻസാക്ഷൻസ്, ഏറ്റവും കുറവ് വോളിയം ട്രേഡ് ചെയ്തേക്കുന്നത്. അതിപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം എടുത്തു, ഇവിടെ ഈ താഴെ തൊട്ട് മുകളിൽ ഇവിടെ വരെ ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് വോളിയം ഉള്ളത്? സി യു ക്യാൻ സീ ദാറ്റ് ദ എൻറ്റയർ വോളിയം ഈസ് ഹിയർ. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഫുൾ എൻറ്റയർ മൂവപ്പിൽ നിങ്ങൾ നോക്ക്, ഇവിടുത്തെ വോളിയം എത്രയാ? ഇവിടുത്തെ വോളിയം വളരെ കുറവാണ്. അതേപോലെ താഴെയും ഈ ഒരു ട്രാൻസാക്ഷണൽ ഏരിയ ഇത്ര വോളിയം വന്നിട്ടുണ്ട്, പക്ഷെ വലിയ ക്യാൻഡിലുള്ള സ്ഥലത്ത് വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. റൈറ്റ്. ഇവിടെ വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. സോ ഇത് കുറേ ആൾക്കാർക്ക് അറിയത്തില്ല, റൈറ്റ്. മിക്ക ആൾക്കാരും വിചാരിക്കുന്ന ഈ ഒരു മൂവ്മെന്റിലാണ് വോളിയം ഉള്ളതെന്ന്, വിച്ച് അഗൈൻ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് തെറ്റാണ്, റൈറ്റ്. ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തേക്കുന്നത് പ്രൈസ് ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് ട്രാൻസാക്ട് ചെയ്ത സ്ഥലമാണ്, വിച്ച് obviously ട്രാൻസ്ലേറ്റ്സ് ടു ഫെയർ വാല്യൂ. മാർക്കറ്റ് എവിടെയാണോ ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെയാണ് വോളിയം ഉണ്ടാവുന്നത്, റൈറ്റ്. സോ പ്ലീസ് മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾ ഇനി മുതൽ ചാർട്ട് നോക്കുമ്പം എപ്പോഴും എവിടെയാണോ മാർക്കറ്റ് കുറേ നേരം ബാലൻസ് ക്രിയേറ്റ് ചെയ്തത്, wherever they found fair value, ആ ഫെയർ വാല്യൂ ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയത്, ഇവിടെ ഒരു വലിയൊരു അടുത്തൊരു ഏരിയ ഓഫ് കൺസോൾട്ടേഷൻ, ഇത്രയും വലിയൊരു ഏരിയ ഓഫ് കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് അതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. വെരി സിമ്പിൾ. സോ അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ ഏതാ? ഇതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ ഏതാണ്? ഇതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. ഐ ഹോപ്പ് ദിസ് ഇസ് അണ്ടർസ്റ്റുഡ്. അതേപോലെ തന്നെ അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ ഏതാണ്? ഇതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. അത് കഴിഞ്ഞിട്ടുള്ള എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ ഏതാണ്? ഇതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. അടുത്ത ഫെയർ വാല്യൂ ഏതാണ്? ഇതാണ് അടുത്ത എസ്റ്റാബ്ലിഷ് ഫെയർ വാല്യൂ. സോ നമ്മളൊരു ട്രേഡിന് നോക്കുമ്പം ട്രേഡ്സിന് നോക്കേണ്ടത് ഈ ഫെയർ വാല്യൂസിൽ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫെയർ വാല്യൂയിൽ എത്തുമ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഫെയർ വാല്യൂയിൽ എത്തുമ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഇത് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഇനി now that you understand the actual reality of how the price functions, ഇനി നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ഇതെങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ ഓരോ ക്രിപ്റ്റോ കറൻസി സെലക്ട് ചെയ്യാം, എങ്ങനെ റിസ്ക് റിവാർഡ് സെലക്ട് ചെയ്യാം, എങ്ങനെ റിസ്ക് നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസ് തൊട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. Cheers.